നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധിച്ച വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 3 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു സെപ്റ്റംബർ മാസത്തിലെ. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് രോഹിണി, മകയിരം, തിരുവാതിര. ഈ 3 നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് രോഹിണി. ദാമ്പത്യത്തിൽ നിലനിന്ന് വന്നിരുന്ന വിഷമതകൾ മാറിക്കിട്ടും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. വിദേശ യാത്രകൾക്ക് അവസരം വന്നു ചേരും. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് എല്ലാവരുമായി സഹകരണത്തോടെ നിൽക്കുക. തീർത്ഥയാത്രകൾ നടത്താൻ സാധിക്കും. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർ സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളിൽ അലസത ഉപേക്ഷിച്ച് പഠനത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ വേണ്ടത്ര കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ആ അലസത മാറ്റി നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള തർക്കങ്ങൾ വന്നു ചേരാനിടയുണ്ട്. അത് നിങ്ങൾ പരിഹരിക്കേണ്ടതായിട്ട് വരും. ആത്മസംയമനം പാലിക്കേണ്ടതായിട്ട് പല കാര്യങ്ങളിലും നിങ്ങളൊരു കാര്യം വേറെ ആളുമായിട്ട് സംസാരിക്കുമ്പോഴോ മറ്റോ നിങ്ങളുടേതായിട്ട് അഭിപ്രായം തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെയുള്ള സംസാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതായത് ചുരുക്കം പറഞ്ഞാൽ തർക്കങ്ങളിലോ വിവാദങ്ങളിലോ ഒക്കെ ഏർപ്പെടാതെ ഈ ഒരു മാസം ഇരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ദുഷ്ടശക്തികളിൽ നിന്ന് അകലം പാലിക്കുക. അതായത് നിങ്ങൾക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ശത്രുത തോന്നിക്കുന്ന ആൾക്കാരുമായിട്ട് ഈ ഒരു മാസം നിങ്ങൾ കൂടുതൽ അടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ശ്രമിക്കരുത്. അകലം പാലിച്ച് തന്നെ നിൽക്കുക. അടുത്തത് തിരുവാതിര. നിങ്ങളുടെ വാഹനത്തിന്, തിരുവാതിര നക്ഷത്രക്കാരുടെ വാഹനത്തിന് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ കൂടുതലായി വേണ്ടിവരും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് വിജയം നേടാനാകും. വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമെടുക്കും. സന്താനങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ സന്താനങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന മക്കളാണെങ്കിൽ അങ്ങനെ. അപ്പം തിരുവാതിര നക്ഷത്രക്കാരുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം കൈവരും. വിദ്യാർത്ഥികൾ, തിരുവാതിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നല്ല കാലമാണ്. അപ്പം രോഹിണി, മകയിരം, തിരുവാതിര ഈ 3 നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ അധ്യായത്തിൽ ഇതിനു മുമ്പുള്ള നക്ഷത്രക്കാരുടെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു. നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ ബാക്കി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. തൽക്കാലം നന്ദി.